ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അങ്ങനെ ഞങ്ങൾക്കും കിട്ടി അൽ അർഫാജ് ഫ്ലവർ ബാഡ്ജ്. ഹസ്ബൻഡിന് ഓഫീസിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ കൊണ്ടുവന്നിട്ട് മക്കൾക്ക് രണ്ടുപേർക്കും വെച്ച് കൊടുക്കുവാണ്. അവർക്ക് നല്ല സന്തോഷമായി. അൽ അർഫാജ് ഫ്ലവർ എന്താണെന്നല്ലേ, കുവൈറ്റിൻ്റെ നാഷണൽ ഫ്ലവറാണ്. അൽ അർഫാജ് ഫ്ലവർ ബാഡ്ജ് ഇപ്പോൾ എന്താ ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാർ സമയത്ത് നമ്മുടെ പ്രതിരോധ ശേഷിയെയും ശക്തിയെയും പ്രതീകപ്പെടുത്തുന്നതിന് കാരണമായിട്ടുള്ളൊരു ഫ്ലവറാണ്. അതുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻ്റ് ഇപ്പോൾ കൊടുത്തിട്ട് ഇത് ബാഡ്ജായിട്ടൊക്കെ നമ്മളെല്ലാവരും വെയർ ചെയ്യുന്നത്. ഈ പൂവ് ഏറ്റവും കഠിനമായ സാഹചര്യങ്ങളിൽ ഇത് വിരിയുന്നു. ഇത് പ്രതിരോധ ശേഷിയെയും സമ്മർദ്ദത്തിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള കഴിവിനെയും പ്രതീകപ്പെടുത്തുന്നു. ഇത് കുവൈറ്റിന്റെ സ്ഥിരത സംരക്ഷിക്കുന്നവരുടെ ആത്മാവിനെ ഉൾക്കൊള്ളുന്നു. മുൻനിര തൊഴിലാളികൾക്ക്, അതായത് മെഡിക്കൽ സ്റ്റാഫ്, സുരക്ഷാ സേന, അവരുടെ ത്യാഗങ്ങൾക്ക് നന്ദി എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ ബാഡ്ജ് ധരിക്കുന്നത്. നമ്മൾ പുറത്ത് പോയപ്പോൾ ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ കുറേ പൂക്കൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ നിർത്തി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ ഈ ഫ്ലവർ കുറച്ചും കൂടെ ഇങ്ങനെ ഓർമ്മയിൽ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസും എടുത്തു. കുഞ്ഞുങ്ങൾക്ക് സന്തോഷമായി. പിന്നെ ഇങ്ങനെ മഞ്ഞപ്പൂക്കൾ ഒത്തിരി ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഒരു 2 ടൈപ്പായിട്ടാണ് നമുക്ക് തോന്നുന്നത്, പക്ഷെ ഒരേ സൈസിലെ പൂവാണ്. നമ്മുടെ സൺഫ്ലവർ ഫാമിലിയിൽ പെട്ട ഒരു പൂവാണിത്. ഇതിന്റെ സയന്റിഫിക് നെയിം റാൻഡേരിയം എപ്പപ്പോസം എന്നാണ്. ഇത് കഠിനമായ മരുഭൂമിയിൽ തഴച്ചു വളരുകയും വസന്തകാലത്ത് ചെറിയ മഞ്ഞ പൂക്കളാൽ വിരിയുകയും ചെയ്യുന്നു. ഇത് കുവൈറ്റിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഉണ്ട്. നമുക്ക് റോഡ് സൈഡിലൊക്കെ നിൽക്കുമ്പോൾ ഇതിങ്ങനെ കാണാൻ പറ്റും. ചെറിയ ചെറിയ പൂക്കളായിട്ട്, മഞ്ഞ പൂക്കളായിട്ട് പിടിച്ചു നിൽക്കുന്നത്. ചൂട് സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് പോകും, പക്ഷേ ഈ ഒരു ടൈമിൽ ഇപ്പോഴും ഇത് പൂത്ത് ഇങ്ങനെ നിൽപ്പുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഞാൻ പിന്നെ ഈ പൂക്കളൊക്കെ ഒന്ന് ഉണ്ടാക്കാനൊന്ന് ശ്രമിച്ചു. അപ്പോൾ എത്രത്തോളം പറ്റിയെന്നറിയത്തില്ല. എത്രത്തോളം ആയി എന്നൊന്ന് പറയണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.